ഹായ് ഓൾ, വെൽക്കം ടു I+. ഞാൻ അക്ഷര. കാറ്റഗറി 1 and 2 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും 5 ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര ചോദ്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടി വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായി ആവിഷ്കരിക്കുന്നത്? ബ്രൂണറിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തൽ പഠനവും അങ്ങനെ കുറേ ആശയങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം 3 ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അതിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. യാഥാസ്ഥിതിക ഘട്ടം, പ്രതീകാത്മക ഘട്ടം, യാഥാസ്ഥികാനന്തര ഘട്ടം, ബിംബന ഘട്ടം. അപ്പോൾ എവിടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായി ആവിഷ്കരിക്കുന്നത്. അപ്പം നമുക്കറിയാലോ ഈ 3 സ്റ്റേജ് ഉണ്ട്. അതിൽ ഈ പറയുന്ന പോലെ രൂപങ്ങളായി ആവിഷ്കരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ബിംബന ഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ തിയറിസ്റ്റുകളെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പല പല സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് സ്റ്റേജ് എന്ന് പഠിച്ചു വെക്കുക. മലയാളത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ ആ സ്റ്റേജിൻ്റെ മലയാള വാക്കുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. അടുത്ത ചോദ്യം. ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ രീതി. പല പല രീതികളിലൂടെ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്? അളക്കാറുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്താണ്? ഇത്തരത്തിൽ പല കാര്യങ്ങൾ നടത്തുന്നതിലൂടെയായിരിക്കും നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് തന്നേക്കുന്നത്? ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റമാണ് അധ്യാപകന് കണ്ടെത്തേണ്ടത്. അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതി. പല പല ടൂൾസ് ആൻഡ് ടെക്നിക്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നേക്കുവാണ്, കളിസ്ഥലത്തും ക്ലാസ് റൂമിലും പെരുമാറ്റം. അത് കണ്ടെത്താനായിട്ടുള്ള രീതി ഇതിലേതാണ്? അഭിമുഖം, മനഃശാസ്ത്ര ടെസ്റ്റ്, നിരീക്ഷണം, റേറ്റിംഗ് സ്കെയിലും. അപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടിയുടെ പെരുമാറ്റ രീതി എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള ഒരു ബിഹേവിയറാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പോയി ഡീറ്റെയിൽ ആയിട്ട് മനഃശാസ്ത്ര ടെസ്റ്റോ റേറ്റിംഗ് സ്കെയിലോ അല്ലെങ്കിൽ അഭിമുഖമോ ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. വെറുതെ എന്ത് ചെയ്താൽ മതി? നമുക്ക് നിരീക്ഷിച്ചാൽ മതി അല്ലേ. നിരീക്ഷണമാണ്. ഒബ്സർവേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയുടെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം. പ്രവർത്തിച്ചു പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം. അപ്പോൾ നോക്കിക്കേ, എല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്. പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ബ്രേക്ക് ചെയ്ത് നോക്കാം. പ്രവർത്തിച്ചു പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്നു. അപ്പം നോക്കിക്കേ, പ്രവർത്തിച്ച് പഠിക്കുക എന്താണ്? ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് കുട്ടി പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്താണ് പറയുന്നത്? പരമ്പരാഗത രീതി, ജീവിത കേന്ദ്രീകൃതം, വിദ്യാർത്ഥി കേന്ദ്രീകൃതം, പാഠ്യപദ്ധതി കേന്ദ്രീകൃതം. ചോദ്യത്തിൽ തന്നെ എന്താണ് ഉത്തരവുണ്ട്? എന്നാരെയാണ് കേന്ദ്രീകരിക്കുന്നത്? തീർച്ചയായിട്ടും വിദ്യാർത്ഥി അവനിൽ തന്നെയല്ലേ കേന്ദ്രീകരിക്കുന്നത്? ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട്. പിന്നെ എന്താണ്? സ്വന്തം താല്പര്യം അനുസരിച്ച് സെൽഫ് ലേണിംഗ്, സെൽഫ് മോട്ടിവേഷനും ഒക്കെ വരുമെങ്കിൽ അതെന്ത് ലേണിംഗ് ആണ്? തീർച്ചയായിട്ടും അവിടെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്, ലേണർ സെൻട്രിക് ആണ്. നമ്മൾ ഈ പറയുന്ന പരമ്പരാഗത രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? ടീച്ചർ സെൻട്രിക് ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ പുതിയ പെഡഗോജിക് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. അടുത്ത ചോദ്യം. ബുദ്ധിമാനം 130 മുകളിലുള്ള കുട്ടി അറിയപ്പെടുന്നത്? നമുക്കറിയാം IQ, ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മുമ്പത്തെ സെക്ഷനിലും പറഞ്ഞതാണ്. ഓരോ റേഞ്ച് കാണുമ്പോഴത്തേക്ക് അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 100 ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 100 IQ ഏത് ലെവലിൽ വരുന്നു? ഇവിടുത്തെ ചോദ്യം എന്താണ്? 130 ആണ്. 130 മുകളിലുള്ള കുട്ടി. അപ്പം ഈ ഒരു ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് IQ എന്ന് പറയുന്നത് 130 മുകളിലുള്ള കുട്ടി എന്താണ് അറിയപ്പെടുന്നത്? പ്രതിഭാധനൻ, ബുദ്ധിപരിമിതി ഉള്ള കുട്ടി, ഓട്ടിസ്റ്റിക്, ഡ്വാർഫിസം. അപ്പോൾ 130 മുകളിൽ ബുദ്ധിമാനം, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ഉള്ള കുട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് ഗ്രൂപ്പിലാണ് വരുന്നത്? പ്രതിഭാധനനാണ് അല്ലെ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് എന്ന് നമുക്കറിയാമല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്? IQ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത ചോദ്യം.
പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിന് ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നത്. അപ്പൊ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരാറുണ്ട് അല്ലേ. നമ്മൾ മുമ്പ് ഒരു സെക്ഷനിലാണെങ്കിൽ ബയോവുമായി ബന്ധപ്പെട്ട തിയറി എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ എന്താണ് വളരെ ബേസിക് ആയിട്ട് ചോദിച്ചേക്കുവാണ്, നമ്മുടെ പരീക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ചോദ്യം. നോക്കിക്കേ, ആ ഒരു അനുബന്ധനത്തിന് ശേഷം അവിടെ കണ്ടീഷനിങ്ങിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം വരുന്നില്ല, ബെല്ലിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ്, ആ ഒരു നായയിൽ ഉമിനീർ സ്രവണം ഉണ്ടാവുന്നെങ്കിൽ അവിടെ എന്താണ്, ഉമിനീർ ഉണ്ടാകുമ്പോൾ അത് അനുബന്ധനം ചെയ്യാത്ത ചോദകമാണോ, അനുബന്ധിത പ്രതികരണമാണോ, അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണോ, അനുബന്ധിത ചോദകമാണോ? നമുക്ക് എന്താണ് അവിടെ കിട്ടിയത്? സ്റ്റിമുലസ് ആണോ റെസ്പോൺസ് ആണോ? ഉമിനീർ ഉണ്ടാകുന്നത് ഒരു റെസ്പോൺസ് ആയിരുന്നു, പ്രതികരണമായിരുന്നു. എങ്ങനത്തെ പ്രതികരണമാണ്? അനുബന്ധിതമാണ്, കണ്ടീഷൻഡ് ആണ്. അങ്ങനെ ആ നായ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. മണിയൊച്ച കേൾക്കുമ്പോൾ ഉമിനീർ സ്രവിക്കണം എന്നതിലേക്ക് എന്ത് ചെയ്തു? കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.